3 കിലോമീറ്റർ സ്ട്രെച്ച് ഇങ്ങനെ വിട്ടുവരാണ്. വണ്ടി ഹൈ സ്പീഡാണ്, ഹൈ ഗിയറിലാണ്. ഒരൊറ്റ നിന്നപ്പോൾ വണ്ടി കുറച്ച് ഗ്രാവൽ വന്നു. വണ്ടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തോ ഭാഗ്യം കൊണ്ട് റോൾ ചെയ്യണ്ടായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് സ്ലൈഡ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് എങ്ങനെയോ നിർത്തി. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ഡ്രൈവേഴ്സ് ഉള്ളത്. ഇപ്പൊ നാഷണൽ റാലി ഓടിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നറിയോ? മൈനസിൽ പോയ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി ഡിമോട്ടിവേഷൻ കണ്ടമാനം കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്നും പറ്റത്തില്ല. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതായി. ഓഫ് റോഡിങ്ങിൽ ഒരുപാട് ഇവന്റ്സുകൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ വിൻ ആയിട്ടുണ്ട് 2016 WRC ഉണ്ടല്ലോ, വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ്. അതിന്റെ ഇന്ത്യൻ വേർഷൻ ആണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരു റൗണ്ട് ഇറങ്ങണേ ഒരു 3.5 ലക്ഷം to 4 ലക്ഷം രൂപയോളം ചെലവ് വരും. പ്രത്യേകിച്ചും ഒരു ലേഡിക്ക് എത്ര ഉണ്ടോ? പോവാം. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ബിഹൈൻഡ് ദ സക്സസിലെ ഇന്ന് കംപ്ലീറ്റ്ലി എന്താ പറയാ, നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നതിനെക്കാട്ടിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ റാലി വിന്നർ, ഓഫ് റോഡ് നാഷണൽ റാലി വിന്നർ, നമ്മുടെ ഓട്ടോ ട്രാവൽ ഈ കോണ്ടന്റ് ക്രിയേറ്റർ ആതിര മുരളി. യെസ്, ഇത് കണ്ടോ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആതിര എന്താ പറയാ, കുറേ പേരുടെ എന്താ പറയാ, കുറെ പേർക്ക് ഒരു 10,000 ഡൗട്ട്സും കാര്യങ്ങളും ഇതൊക്കെ നിൽക്കുമ്പോൾ ആതിരയോ എങ്ങനെയൊക്കെ അങ്ങനെയുള്ളവർ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരാളാണ്. യെസ്, അപ്പോൾ ഇന്ന് ആതിരയുടെ ഈ ഒരു സക്സസ് ജേർണി നമ്മൾ സംസാരിക്കാൻ പോവാണ്. എത്ര നാഷണൽ റാലിയിൽ പോയിട്ട് ട്രോഫിയൊക്കെ വാങ്ങി വിൻ ചെയ്തിട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇതുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ആതിര ലൈഫിൽ ഗെയിൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു പാഷൻ അല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സംസാരമായിരിക്കും ഇന്ന് ഞങ്ങള്. പക്ഷെ നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നില്ല, ഡ്രൈവ് പോവാം. യെസ്, ഓക്കെ, അപ്പൊ നമുക്ക് പോവാം ആതിരയോടൊപ്പം. യെസ് ആതിര. അതിന് ശരിക്കും റാലിയിലേക്ക് ഇപ്പം വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 to 6 years അല്ലേ? പക്ഷെ ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഒരു പാഷൻ അത് ഏത് ഏജില് വീട്ടില് ബ്രദേഴ്സിനെ കണ്ടിട്ടാണോ, എങ്ങനെയാണ് ഈ ഒരു ഡ്രൈവിംഗിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത്? ഞങ്ങൾ 2 പെൺപിള്ളേരാ, അച്ഛൻ അമ്മ. അപ്പൊ ഞാൻ കൊച്ചിലെ മുതൽ അച്ഛന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വീട്ടിലെ ആൺകുട്ടിയാണ്. അപ്പൊ എല്ലാ പരിപാടിക്കും കൊച്ചിലെ മുതൽ ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഒരു പേടി കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ അമ്മ ഭയങ്കര സപ്പോർട്ടാ. പേരന്റ്സ് സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏത് മേഖലയാണ്, പല പേരന്റ്സും കാണുന്നത് എന്താ ചെയ്യണേ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പിള്ളേരിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അവരുടെ സ്കില്ല് വേറൊരു രീതിയിലായിരിക്കും. അച്ഛൻ KSRTC ഡ്രൈവർ ആയിരുന്നു. ഞങ്ങളുടെ ഫുൾ ഡ്രൈവിംഗ് ഫാമിലിയാണ്. ഒരു നമുക്ക് കുടുംബ ബിസിനസ് ആയിട്ട് ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അച്ഛന്റെ ചേട്ടനും അച്ഛന്റെ ചേട്ടന്റെ മോനൊക്കെയാണ്. അപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഇടയ്ക്ക് പഠിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം വീഡിയോ തുടങ്ങി യൂട്യൂബില് ഈ ഡ്രൈവിംഗ് വീഡിയോസ് ആണ് ഇട്ട് തുടങ്ങി. കൊച്ചിലെ മുതലേ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പ്രായം മുതലേ നമ്മള് ഡ്രൈവ് ചെയ്യും, ബൈക്സ് റൈഡ് ചെയ്യും. വീട്ടിൽ ജീപ്പും ലോറിയൊക്കെ ഉണ്ടായിരുന്നു, അതിലാണ് പഠിച്ചത്. പ്ലാറ്റ്ഫോം ലോറി ഉണ്ടല്ലോ, പഴയ സ്പടികത്തിലെ. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ആ ഒരു സ്റ്റിയറിംഗിന്റെ പ്ലേയും ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 10th പഠിക്കുന്ന സമയത്താണേലും ആ സമയത്തൊക്കെയാണ്, നമുക്കിപ്പം ലീഗലി പറയാൻ പറ്റില്ല, കാരണം പഠിച്ചതൊക്കെ പണ്ട് കാലത്ത് ആ സമയത്തൊക്കെ എല്ലാവരും തന്നെ പഠിക്കുമല്ലോ അത്ര നേരത്തെ. അപ്പോ ആ സമയത്ത് അച്ഛന്റെ കൂട്ടുകാരുടെ ബസ്സുകളൊക്കെ ഓടിക്കുമായിരുന്നു. അങ്ങനെ വണ്ടികളാണ് ഫുൾ. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ് പ്ലസ് 2 കഴിഞ്ഞ സമയം, ഡിഗ്രി ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഈ അഡ്വഞ്ചർ ഓഫ് റോഡിങ് മനസ്സിൽ കയറിയത്. നെറ്റ് ഒന്നും ഇല്ലല്ലോ, ഓഫ് റോഡിങ്ങില് ഒരുപാട് ഇവന്റ്സുകൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ വിൻ ആയിട്ടുണ്ട് 2016. ആ സമയത്ത് മുതലേ പിന്നെ അടുത്തൊരു ഓപ്ഷൻ ആണ് ഈ ഓഫ് റോഡിങ്ങും വളരെ എക്സ്പെൻസീവ് ആണ്, വണ്ടികൾ അതനുസരിച്ചിട്ട് നിൽക്കണം. പിന്നെ നമ്മള് ഓട്ടോക്രോസ് ഇവന്റ്സിലേക്ക് നോക്കി. അതായത് ചെറിയ, ഇപ്പം എല്ലാവർക്കും ജോയിൻ ചെയ്ത്, ഇപ്പം ഡ്രൈവിംഗ് അല്ലെ സ്പീഡ് ഇഷ്ടമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഓട്ടോക്രോസ്. ഒരു 2 കിലോമീറ്റർ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഒരു ട്രാക്ക് ഉണ്ടാവും. അതിൽ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഓൾട്ടോ ആണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാം. അത് നിരവധി ഇവന്റ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇന്ത്യയുടെ പല ഭാഗത്തൊക്കെ ഉണ്ട്, കേരളത്തിലും കുറെ ഇവന്റ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഇതിന്റെ ഒരു എക്സ്ട്രീം ആണ് റാലി എന്ന് പറയുമ്പോൾ WRC ഉണ്ടല്ലോ, വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ്. അതിന്റെ ഇന്ത്യൻ വേർഷൻ ആണ് ഞാനിപ്പോ ഓടിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് പാഷനുണ്ട്. കണ്ടിന്യൂസ് ഡ്രൈവ് ആണല്ലോ. ഒരു ഇത്ര സ്റ്റേജുകൾ, 8-9 സ്റ്റേജുകളൊക്കെ ഉണ്ടാവും 2 ദിവസം കൊണ്ട്. 2 ദിവസമല്ല, ഇതിന്റെ പ്രിപ്പറേഷൻ കുറച്ച് ദിവസം എടുക്കും. കാരണം ഡോക്യുമെന്റേഷൻ, വണ്ടി അതനുസരിച്ച് പ്രിപ്പയർഡ് ആണ്. സേഫ്റ്റിന്റെ കാര്യങ്ങൾ, ഇപ്പൊ വണ്ടിയിൽ ഫുള്ള് റോൾ ഗേജ് ഉണ്ടാവും, റാലി സ്യൂട്ട്, ഇന്നേഴ്സ്, ഗ്ലൗ, ബാലക് ഗ്ലൗ തുടങ്ങിയിട്ട് ഫുള്ള് സേഫ്റ്റി. സോക്സ് വരെ ഫയർ റെസിസ്റ്റന്റ്. ഉള്ളിലൊരു ഇന്നേഴ്സ് ഉണ്ടാവും, അതിന് പുറത്തുകൂടിയാണ് ഈ ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സ്യൂട്ട് ഇടുന്നത്. അപ്പൊ ഇൻ കേസ് ഒന്ന് ഫയർ ആയപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. റൈസിങ് എങ്ങനെയാണോ അതുപോലെ തന്നെ. ഇതൊരു വേറൊരു ടൈപ്പ് ഓഫ് ഒരു
അപ്പം അത് നമ്മൾ ഇട്ടിട്ട് നാവിഗേറ്റർ ഉണ്ടാവും, ഒരാള് നാവിഗേഷൻ ഉണ്ടാവും, എന്നിട്ടാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടത്. ബേസിക് ഐഡിയ ഇതാണ്. കേരളത്തിൽ ഒരു റാലിയിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എത്ര എക്സ്പെൻസ് വരും? ഈ കേരളത്തിൽ ഒന്നാമത്തെ കാര്യം പോപ്പുലർ റാലി എന്ന് പറഞ്ഞ ഒരു സീസൺ മാത്രം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുറെ വർഷമായിട്ട് ഇല്ല അത്. ഇന്ത്യയുടെ പല ഭാഗത്ത് ഇപ്പം ഫസ്റ്റ് റൗണ്ട് ചെന്നൈയിലായിരുന്നു, പിന്നെ കോയമ്പത്തൂരുണ്ട്, ബാംഗ്ലൂര്, കൂർഗ്, നാസിക്, ഇൻഡോർ, പിന്നെ നോർത്ത് സൈഡ്, ഇങ്ങനെ അത് ഓർഗനൈസേഴ്സ് ഡിസൈഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തൗട്ട് സ്പോൺസർ ഇപ്പൊ നമ്മളൊരു വണ്ടി റെന്റ് എടുത്ത് പോവാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഓടിക്കുന്നത് INRC 3 ക്ലാസ് ആണ്. പല പല ക്ലാസ്സുകളുണ്ട്, INRC 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻട്രി ലെവൽ. ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പം ഡ്രൈവ് ഇഷ്ടമല്ലേ, വേണമെങ്കിൽ വരാം. പക്ഷെ വണ്ടി അതിന്റെ സ്പെക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഹോണ്ട സിറ്റി ഉണ്ടല്ലോ, ഹോണ്ട സിറ്റി, എസ്റ്റീം പോലെയുള്ള വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്. ബൊലേനോ, ജിപ്സി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജിപ്സി ക്ലാസ് ഉണ്ട്. പിന്നെ ഉള്ളത് INRC 3 ആണ്. അതിൽ ഞാൻ ഓടിക്കുന്ന പോളോ ആണ്, ഒരു 1.6 പെട്രോൾ എഞ്ചിനാണ്. അത് കുറച്ചുകൂടെ പെർഫോമൻസ്, ഒരു 2011 മോഡലാണ് എന്റെ. അപ്പൊ അത് കുറച്ചുകൂടെ നൈസാണ്. ഹാൻഡ്ലിങ് പോളോടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിടിക്കുന്നിടത്ത് വണ്ടി നിൽക്കും, ഭയങ്കര ഫാസ്റ്റ് ആണ്, ഭയങ്കര പിച്ച്, ഭയങ്കരമായിട്ട് കയറിപ്പോ. അപ്പം അത് ഫുള്ളി റാലി സ്പെക്ക്, ഈ പറഞ്ഞ പോലെ ഫുള്ളി റാലി സ്പെക്ക് ആണ്. പിന്നെ INRC 2 കുറച്ചുകൂടെ മോഡിഫൈഡ് ആണ്, ഗിയർ ബോക്സ് ഒക്കെ മോഡിഫൈഡ് ആണ്. INRC 1 നല്ല മോഡിഫൈഡ് ആണ് വണ്ടി, ഗ്രാജുവലി കയറി വരാം. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പെൻസ് ഞാൻ പറയാം. ഇതിന്റെ എനിക്കിപ്പോ ഒരു സ്പോൺസർ ഉണ്ട്, ട്രൈബ് എന്ന് പറഞ്ഞ ഹൈദരാബാദ് ടീമാണ്. അവർ വണ്ടി സർവീസ് തരുന്നുണ്ട്. ബാക്കി എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്നാവും. വിത്തൗട്ട് സ്പോൺസർ ഒരു റൗണ്ട് ഇറങ്ങണേ ഒരു 3.5 ലക്ഷം to 4 ലക്ഷം രൂപയോളം ചെലവ് വരും. ഓഫ് റോഡിൽ അല്ല, ഈ റാലി റൗണ്ട് ഇറങ്ങണമെങ്കിൽ ഏകദേശം വിത്തൗട്ട് സ്പോൺസർ ഇത്രയും ക്യാഷ് ആവും. അപ്പം ഓഫ് റോഡ് അതിനെക്കാട്ടിലും എക്സ്പെൻസീവ് ആയിരിക്കില്ലേ? ഓഫ് റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓഫ് റോഡിങ് വരുമ്പോൾ പ്രിപ്പറേഷൻ പലതാണ്. കട്ടിംഗ് ലോക്കർ, പിന്നെ അല്ലാതെ ഇപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള വണ്ടികൾ, അത് നമ്മള് വേറെ രീതിയാണ്. കൂടുതലും ഒരു FMSC, ഫെഡറേഷൻ ഓഫ് മോട്ടോർ സ്പോർട്സ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇവന്റ്സുകളാണ് റാലി മുതലേ ഓട്ടോക്രോസ് വരുന്നത്. ഓഫ് റോഡിങ്ങിലേക്ക് ഇപ്പൊ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇപ്പം ഏകദേശം കൗണ്ട് ചെയ്തിട്ടുണ്ടാവൂല്ലോ എത്ര ഇതേപോലത്തെ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? റാലി ആക്ച്വലി ഞാൻ 2020 ഒരു 21 കൂടെ ടോട്ടൽ 3 പോയിട്ടുള്ളൂ. കാരണം എക്സ്പെൻസ് പാർട്ട് കൊണ്ട് പതുക്കെ ഒന്ന് നമ്മള് കാം ഡൗൺ ആയി. ദെൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് സെറ്റായി വന്നത് ഇപ്പൊ ഈ 2025 ഈ സീസൺ കംപ്ലീറ്റ് ഓടിക്കുന്നുണ്ട് 6 റൗണ്ട്സോളം. ഇതിന്റെ അകത്ത് ഇപ്പൊ എനിക്കിപ്പോ എന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും എനിക്കൊരു 1.5 പെർ റൗണ്ട് ആവുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് കുറച്ചുകൂടെ പ്രൂവ്ഡ് ആയിട്ട് നല്ല ടൈമിംഗ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പോൺസേഴ്സ് നമ്മളെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഗ്രാജുവലിയേ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് പോയിട്ട് ഇപ്പം പല യങ്സ്റ്റേഴ്സും ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കുന്ന കാര്യമാണ്, ചേച്ചി എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കുട്ടികളായിരിക്കും കൂടുതലും. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഫണ്ട് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പൊ ഞാൻ എല്ലാവരും പറയാം, നിങ്ങൾ എടുത്ത് ചാടരുത്. ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇവന്റ്സ് ട്രാക്കുകളൊക്കെ പോയി ആദ്യം കാണും, ഇത് എന്താ ഇതിന്റെ നടക്കുന്നത്, ഏതൊക്കെ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ പണികൾ അതിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവലിയാ. അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യം നോക്കണ്ടേ, നമ്മുടെ കാര്യങ്ങൾ ഓടിക്കണം. അതുകൊണ്ട് ഇത് ഒരു അഡിക്ഷൻ ആണ് ശരിക്കും മോട്ടോർ സ്പോർട്സ്, ലൈക്ക് ഡ്രഗ്സ് പോലെ. അപ്പൊ അങ്ങനെ വിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇതിനെക്കാട്ടും നല്ലൊരു എമൗണ്ട് ആണോ കിട്ടുന്നത്? ആക്ച്വലി വിൻ ആകുമ്പോഴത്തേക്കും എസ്പെഷ്യലി ഞാൻ പറയില്ല 2020 ലേഡീസ് ക്ലാസ് ഇല്ല ഇതിന്റെ അകത്ത്. ഞങ്ങളൊക്കെ കൂടെ പിച്ച് ചെയ്ത് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്താണ് ഒരു ലേഡീസ് ക്ലാസ് എന്ന രീതിയിൽ ഇപ്പൊ INRCയിൽ വരാനുള്ള കാരണം. അതർവൈസ് ലേഡീസ് ക്ലാസ് ഇല്ല, ജെന്റ്സിന്റെ കൂടെ മത്സരിക്കുക, ഒരു ട്രോഫി പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ട്രോഫിയിലേക്ക് പോലും എത്തിയത്. പേയ്മെന്റ് കാര്യങ്ങൾ ലേഡീസ് ക്ലാസ്സിന് ഇല്ല. അവർക്കുണ്ടോ? ജെന്റ്സിന് ഉണ്ട്. അപ്രോക്സിമേറ്റ് ഒരു വിൻ ആവുകയാണെങ്കിൽ ഒരു 1 lakh ഒക്കെ ഒരു പ്രൈസ് മണി ഉണ്ട്. ഒന്നും നമ്മൾ അങ്ങനെ വലിയതായിട്ട് ഗെയിൻ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ആതിരയുടെ ഒരു പാഷൻ. അതുകൊണ്ട് മാത്രമാണ് സ്റ്റിൽ ഇതിനകത്ത് നിൽക്കുന്നത് ആക്റ്റീവായിട്ട്. ഞാൻ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ വലിയ ആളായിട്ട് നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ നിൽക്കുന്ന മേഖലയിൽ ആർക്കെങ്കിലും ഗുണം ഉണ്ടാവണം. അതുകൊണ്ട് മാക്സിമം ഇൻസ്റ്റയിലൊക്കെ വരുന്ന മെസ്സേജ് പിള്ളേരാ കൂടുതൽ അയക്കുന്നത്. 15 വയസ്സും 16 വയസ്സും 18 വയസ്സുള്ള കുട്ടികളായിരിക്കും. ഗേൾസ് ഉണ്ട്, പക്ഷെ കുറവാണ്. ചേച്ചി ഇത് എങ്ങനെ എനിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് ഇവരോട് ഞാൻ പറയുന്നുണ്ട്, നമുക്കൊരു പ്രോപ്പർ ജോബോ അല്ലെ നല്ലൊരു ഇൻകം ഇല്ലാതെ ഇതിന്റെ അകത്തോട്ട് വരാൻ പറ്റില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്ത് ചെറിയ ഇപ്പൊ ഞാൻ പറഞ്ഞ ഓട്ടോക്രോസ് അല്ലെ കാർട്ടിങ്ങിൽ തുടങ്ങും. ഗ്രാജുവലി നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന അനുസരിച്ചിട്ട് പതുക്കെ വരാൻ വേണ്ടി പറ്റും. വണ്ടിക്ക് ഭയങ്കര ഡാമേജ് വരും, കാരണം ഈ ഗ്രാവല് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും. വണ്ടിക്ക് കല്ലുണ്ടാവും, അടി ഉണ്ടാവും. ഇപ്പൊ വണ്ടി ഫുള്ളി ഇപ്പം നമ്മളെ സർവീസ് ചെയ്യുന്ന ചെട്ടിനാട് സ്പോട്ടിംഗ് എന്ന് പറഞ്ഞ കോയമ്പത്തൂർ ടീമാണ്. അവർക്ക് ഒത്തിരി വണ്ടികൾ പണിയുന്നുണ്ട്. അപ്പം ഓരോ ഇപ്പം 2 റൗണ്ട് കഴിയുമ്പോഴും സർവീസ് പാർക്കിൽ പോകും, വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് ചെക്ക് ചെയ്യും. അരമണിക്കൂറിൽ ഗിയർ ബോക്സ് വരെ
അടിച്ച് താത്ത് കയറ്റി പണിത് വീണ്ടും ഇറക്കി വിടും. അതുപോലെ സ്കിൽഡ് ആണ് അവര്. അത് മീൻസ് അത് ഭയങ്കര ഫാസ്റ്റ് ആണ്. കാരണം ഓരോ കാര്യങ്ങളും എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തീർത്തു വിടും. വണ്ടിയുടെ ഫിറ്റ്നസ് എല്ലാ സാധനവും ഓൾമോസ്റ്റ് പുത്തനായിരിക്കും. ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ റാഡ്സുകള് പല സാധനങ്ങളും ഇപ്പൊ ടയേഴ്സ് കയറി പോയി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം ഓരോ റൗണ്ട് കഴിയുമ്പോഴും മിക്കപ്പോഴും ഡാമേജ് ഇല്ലെങ്കിൽ. പിന്നെ പേഴ്സണൽ ഫിറ്റ്നസ് പറയണ എല്ലാവരുടെയും വിചാരം എന്ന് വെച്ചാൽ ഇത് ഡ്രൈവ് ചെയ്യാൻ എന്തിനാണ് ഇത്ര എനർജി, അങ്ങനെ ഒരു തോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഈ റാലിയിൽ കണ്ടിന്യൂസ് ഡ്രൈവാ. നമ്മൾ ഇട്ടേക്കണ സ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിരിക്കും ഭയങ്കര. AC കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിയില്. അപ്പൊ ഈ ചൂടത്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 10, 15, 20 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മള് ടയേർഡാവും. ഭയങ്കര ചൂടാണ്, ഫുള്ള് കവേർഡാണ്. അപ്പം നമ്മുടെ എനർജി സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ സെക്കൻഡ്സിലൊക്കെ ആയിരിക്കും നമ്മള് അപ്പൊ ഓരോ മൈക്രോ സെക്കൻഡ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഈ ഫിറ്റ്നസ് ഭയങ്കര മെന്റൽ ഫിറ്റ്നസും ഫിസിക്കൽ ഫിറ്റ്നസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഫിറ്റ് ആയിട്ടിരുന്നാല് നമുക്ക് കുറച്ചുകൂടെ. അല്ലെങ്കിൽ നമ്മൾ ഈ ചെന്നൈയിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് 2020 പോയ സമയത്ത്, 3rd റൗണ്ട് പോയ സമയത്ത് ഞാൻ അത്ര ഇച്ചിരി അലസി. കാരണം ഒരു ഗ്യാപ്പ് കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു 2 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തലകറക്കം ഭയങ്കര പ്രശ്നമായി. അടുത്ത പ്രിപ്പയർ ചെയ്യാൻ ടൈമില്ല, ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ കാണുള്ളൂ. പിന്നെ എങ്ങനെയൊക്കെയോ എനർജി ഡ്രിങ്കും കാര്യങ്ങളും കുടിച്ചിട്ടാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഫോക്കസ് കണ്ടമാനം വേണം. ഈ സഡൻ ഫാസ്റ്റ് ആണ് വണ്ടി, സഡൻ ടേൺസും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു മിസ്റ്റേക്ക് മതി വണ്ടി ഔട്ട് ഓഫ് പോവാൻ വേണ്ടി. ചെറിയൊരു ബ്രേക്കിംഗ് പോയിന്റോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വണ്ടി ഔട്ട് പോകും. പിന്നെ അത് ലക്കാണ്. പിന്നെ റാലി എന്ന് പറഞ്ഞ ഒരു വണ്ടിക്ക് ഡാമേജ് നമ്മുടെ ഒരു ലക്ക് ഫാക്ടർ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു ദൈവാനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റാന്നുള്ളത് ഭയങ്കരമാണ്. അത് ബോഡിയത്തിലുപരി വണ്ടി എല്ലാ ട്രാക്കിലും കവർ ചെയ്ത് ഫിനിഷ് ചെയ്യാന്നുള്ളത് ഭയങ്കര പാടാണ്. അതിലേക്ക് ഒരുപാട് എന്താ പറയാ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കളിയാക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ അയ്യ നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഇതാ, നിന്നെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല, ഇതിനൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവണം. ആൾക്കാർ നേരത്തെ വെച്ചിരിക്കണ്ടല്ലേ ഡ്രൈവിംഗ് തന്നെ ടു ദ മാക്സിമം. ഓക്കെ, അതിനിടയിലേക്ക് റാലി എന്നൊക്കെ പറയണത് വെറുതെ നീ ഡ്രീം ചെയ്യണ്ട. ഇങ്ങനെയൊക്കെ പലപ്പോഴും ആ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമുള്ള കാര്യങ്ങളാണ്. സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ ഒരിക്കലും എന്റെ സോഷ്യൽ മീഡിയ ത്രൂ ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇടാറില്ല. ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇപ്പം മൈനസിൽ പോയ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി, മെന്റലി, ഫിസിക്കലി എല്ലാം തന്നെ ഭയങ്കര ഡൗൺ ആയിട്ട് സ്റ്റേജിൽ നിന്ന് പിന്നെ നമ്മൾ എങ്ങനെ കയറി വരാം. ഇതുപോലെ തന്നെ ഡിമോട്ടിവേഷൻ കണ്ടമാനം കിട്ടിയിട്ടുണ്ട്. നിനക്കൊന്നും പറ്റത്തില്ല, ഇത് ലേഡീസ് ഇതുപോലെ തന്നെ. അതായത് നമ്മൾ കുറച്ച് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നടുവേന ഉണ്ടാവും, ഒന്ന് പ്രഗ്നന്റ് ആവേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇതൊക്കെ അപ്പൊക്കെ ബുദ്ധിമുട്ടാവും. ഏത് വർഷങ്ങൾക്ക് നടക്കേണ്ട പിന്നത്തെ കാര്യത്തെ പറ്റിയാണ് ഈ കൺസേൺ ആവുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മൾ അപ്പൊ പിന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതായി. നമുക്ക് എന്നാണോ ഇഷ്ടമുള്ളത് അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ പാഷൻ ഫോളോ ചെയ്താലേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഗ്രാജുവലി ഞാൻ ചെയ്ത കാര്യം ഞാൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഗ്രാജുവലി ബിൽഡ് ചെയ്യാം. കാരണം ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയാലും നമുക്ക് ലേഡീസ് ആണ് ജെന്റ്സ് ആണ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൂടെ ബാധ്യതകൾ ഓവർ എടുക്കാതെ. മീൻസ് ഇപ്പൊ ആദ്യം എൻ്റെ ഒരു വണ്ടി ഓൾട്ടോ ആയിരുന്നു വീട്ടില്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടെ ആയപ്പോഴത്തേക്ക് റിക്നീസിലേക്കായി. പിന്നെ കുറച്ചുകൂടെ ആയപ്പോഴാണ് ഇത് എന്റെ ഒരു കോൺഫിഡൻസ് വേണ്ടി ഇത് 4x4 മാനുവൽ വണ്ടി അങ്ങനെ നോക്കി ഡ്രീം ചെയ്തൊരു സംഭവമാണ് ഈ ഒരു വണ്ടിയിലേക്ക് എത്തി. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റാലിയും ഞാൻ ഡ്രീം ചെയ്ത് അച്ചീവ് ചെയ്താണ് ഓരോ കാര്യങ്ങളും. നമ്മള് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാല് അത് വരും, എപ്പോഴെങ്കിലും അത് വന്നിരിക്കും. അപ്പൊ ഇപ്പൊ ആരും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പോയിട്ട് ഡീമോട്ടിവേഷൻ നിന്ന് കൊടുത്താലല്ലേ പോവുള്ളൂ. ഇതിന്റെ ഏജ് സ്റ്റാർട്ട് ചെയ്യണത് 18 പറഞ്ഞു. എത്ര ഏജ് വരെ പ്രത്യേകിച്ചും ഒരു ലേഡിക്ക് എത്ര മൈൻഡ് ഉണ്ടോ പോവാം? പിന്നെ നമ്മുടെ ഫിറ്റ്നസ് ഇപ്പൊ ഒരു ഇത്ര ഏജ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നം വരുമല്ലോ. കാരണം നമ്മുടെ വിസിബിലിറ്റി, നമ്മുടെ കണ്ണിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പെയിൻ, പല ഇഷ്യൂസ് ഉണ്ടല്ലോ. ഹെൽത്ത് ഇഷ്യൂസ് പറ്റില്ല. കാരണം റാലിയിൽ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ആസ്മയുണ്ടോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ FMSCയുടെ ലൈസൻസ് വേണം. അത് നമ്മൾ ബോഡി ഫിറ്റ് ആവുമോ എന്നുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റാലി ആണെങ്കിലും റേസ് ആണെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇത്രയും ഗെയിൻ ചെയ്ത ആതിരയുടെ ഇനിയുള്ള ഒരു ഡ്രീം എന്താണ്? ഇതിനകത്ത് എന്താണ് ഇനി എനിക്കത് ഗെയിൻ ചെയ്തേ പറ്റൂ എന്ന ആതിരയുടെ ഉള്ളിലുള്ള ഒരു ഫയർ എന്താ? എനിക്ക്
എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ WRC ഡ്രൈവ് ചെയ്യണമെന്നാണ്. ഭയങ്കര പാടാണ്. എങ്ങനെ പോയാലും ഒരു 1 CR ഒക്കെ മുകളിലാവും ഒരു റൗണ്ട് ഒക്കെ. അപ്രോക്സിമേറ്റ് വണ്ടി പ്രിപ്പറേഷൻ ഐ ഡോണ്ട് നോ നടക്കില്ലോ, നമുക്ക് ഡ്രീം ചെയ്യാമല്ലോ. എല്ലാവരും പറയുന്ന ഇലക്ട്രിക് കാർ വാങ്ങിക്കൂ, അതാണ് ഏറ്റവും ഇത്. ആതിരയുടെ അഭിപ്രായത്തിൽ ഒരു 5 നമുക്കൊരു സാധാരണക്കാർക്ക്, ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയ ഇലക്ട്രിക് കാറിൽ ഏതൊക്കെയായിരിക്കും? അതിനകത്ത് നമുക്ക് സ്കൂട്ടിയും ഒക്കെ കയറ്റാം. ഓക്കെ, ഈ പറഞ്ഞാലേ ഇലക്ട്രിക് കാർ ഏത് വാങ്ങണം എന്നുള്ളതിലുപരി ഉണ്ടല്ലോ, ഇലക്ട്രിക് കാർ കൂടുതലും യൂസ്ഫുൾ ആവുന്നത്, ഉപകാരമാവുന്നത് ഡെയിലി കണ്ടമാനം ഓട്ടം ഉള്ളവർക്ക്. ഓക്കെ, ഇപ്പോൾ സ്കൂട്ടറിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഒരു 50 to 100 kilometers ഒക്കെ ഡെയിലി ഓടുന്നവർക്ക് ലാഭമാണ്. കാരണം 1-2 വർഷത്തിനുള്ളിൽ ഈ വണ്ടിയുടെ പൈസ നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, കാറിന്റെ കേസ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു 200 kilometer ഒക്കെ ഇപ്പം ഒരു ബാങ്ക് എംപ്ലോയി കോട്ടയം ടു കൊച്ചി വരാണ് ഡെയിലി ഓട്ടം ഉണ്ട്. എന്നും ഇത്രയും ഒക്കെ ഓട്ടം ഉള്ളവരാണെങ്കിൽ ലാഭമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അതിന് വേണ്ടിയാണല്ലോ ഇലക്ട്രിക് കാർ എടുക്കുന്നത് കൂടുതൽ. പിന്നെ ഈ ഫ്യൂവൽ ഇഷ്യൂസും കൊണ്ടും. പിന്നെ വണ്ടികൾ നോക്കുവാണെങ്കിൽ ഇപ്പം വണ്ടികളുടെ പേര്, റേഞ്ച് കൂടുതലുള്ള വണ്ടികൾ, ഇപ്പം ഇലക്ട്രിക് കാറുകൾ അല്ലെ ബൈക്കുകൾ, എസ്പെഷ്യലി സ്കൂട്ടേഴ്സിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പുതിയ ബ്രാൻഡുകളും വരുന്നുണ്ട്, പക്ഷെ പോകുന്നുണ്ട്. ഇപ്പൊ ട്രസ്റ്റഡ് ബ്രാൻഡുകൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. സർവീസ് അവൈലബിലിറ്റി ഒരു മെയിൻ കാര്യമാണ്. പിന്നെ പാർട്സിന്റെ ഡ്യൂറബിലിറ്റി ഒരു മെയിൻ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഇപ്പം ബ്രാൻഡുകൾ നോക്കി ഇഷ്ടം പോലെ ഉണ്ട്. പോലെയുണ്ട്, എതറുണ്ട്, റിവറിന്റെ ഉണ്ട്, TVS ഉണ്ട്. അപ്പം കൂടുതലും ഞാൻ പറയണ ഓടിച്ചു നോക്കുക. കാരണം ഓരോരുത്തരുടെ ഹൈറ്റ് ഒക്കെ വെച്ചിട്ടും ഓരോരുത്തരുടെ നീഡ്സും വ്യത്യാസമാണ്. അത് വെച്ചിട്ട് വാങ്ങാനും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഓൾ കേരള അല്ലെ ഓൾ ഇന്ത്യ നോക്കിയാലും ചാർജിങ്ങിന് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ടയർ ലൈഫിന്റെ കാര്യം പൊതുവെ കുറവാണ്. കാരണം ഇത് ടയർ ലൈഫ് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ ടയർ കോസ്റ്റ് കൂടുതലുമാണ്. ഇപ്പോൾ BE6 ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ ടയർ കോസ്റ്റ് കൂടുതലാണ്. അതുപോലെ ഹാരിയറിന്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇതുണ്ട്. പിന്നെ ചോദിച്ചതെന്ന് വെച്ചാൽ ബാറ്ററി സെൽസിന്റെ കാര്യം. ഇപ്പൊ സെൽസിന് ഇവർ ചെയ്യുന്ന വെച്ചാൽ ബാറ്ററി ഫുൾ പാക്ക് മാറാതെ സെൽസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്ര എക്സ്പെൻസ് വരില്ല. അത്ര എക്സ്പെൻസ് വരത്തില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ബിഹേവിയർ ഒരു വലിയ കാര്യമാണ്. റാഷ് ആയിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്പ് ആവും. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിട്ട് ഒരു 20ക്ക് താഴെ ചാർജ് പോകുന്നതിന് മുന്നേ ചാർജ് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ടിപ്സ് ഉണ്ട്. അത് നോക്കി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഇതിൽ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ലൈഫ് കിട്ടും അല്ലേ? എന്നാൽ ഇനി 5 കാർസ് പറയാമോ ഇതിൽ ഒരു ഇലക്ട്രിക് സെക്ടറിലുള്ളത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന? ഇലക്ട്രിക് കാറിൽ എനിക്ക് ഇപ്പൊ നമ്മുടെ മഹീന്ദ്രയുടെ വണ്ടികൾ നല്ലതാണ്, ടാറ്റയുടെ വണ്ടികൾ നല്ലതാണ്, BYD നല്ലൊരു ഓപ്ഷനാണ്. സ്കൂട്ടേഴ്സിൽ നോക്കുവാണെങ്കിൽ ഇപ്പം കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമുക്കിപ്പോൾ എടുത്ത് പുഷ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ചില വണ്ടികൾ റേഞ്ച് കൂടുതലുണ്ട്, പക്ഷെ ചില കംപ്ലൈൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. നമ്മുടെ കേരളത്തിന് പുറത്ത് എത്രയോ സ്ഥലത്ത് നാഷണൽ ലെവലിൽ പോയിരിക്കുന്നു. അവിടെ എല്ലാം പല ടെറൈനിൽ ഓടിച്ചു എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴും എപ്പോഴും നമ്മുടെ നാട്ടിലും ഇപ്പം ഇവിടെ റാലിക്കുള്ള അത്രയും സപ്പോർട്ടിങ് ആയി വരുന്നതേ ഉള്ളൂ ഈ നാട്ടിലല്ലേ. ഇവിടുത്തെ റോഡ്സും കാര്യങ്ങളെല്ലാം ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ എന്താണ് നമ്മുടെ ഈ നാട്ടിൽ കുറച്ചും കൂടെ റാലിക്ക് വേണ്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആദ്യം സ്വാഭാവികമായിട്ട് തോന്നും. അതിലൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ബെസ്റ്റ് ഡ്രൈവേഴ്സ് ഉള്ളത്. ഇപ്പൊ നാഷണൽ റാലി ഓടിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടെന്നറിയോ? എല്ലാ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരെയും ബ്രേക്ക് ചെയ്തുള്ള കിഡിലൻ ഡ്രൈവുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിലാണ്. അഭിമാനത്തോടെ പറയാം എത്ര പേരുണ്ടെന്നറിയോ. പക്ഷേ നമ്മുടെ കേരളത്തിനുള്ള സപ്പോർട്ട് വളരെ കുറവാണ്. സപ്പോർട്ട് കുറവെന്ന് വെച്ചാൽ നമുക്കിവിടെ ലെസ് ട്രെയിനിങ് ഫെസിലിറ്റി ഉള്ളത് ഇല്ല. ട്രെയിനിങ് ഫെസിലിറ്റി നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ഫുള്ള് കോയമ്പത്തൂർ പോയിട്ടൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ടെസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രാക്ടീസ് എടുക്കുന്നതൊക്കെ കോയമ്പത്തൂരാണ്. ഇത്രയും ഓടിപ്പോയി ഇത്രയും മെനക്കെട്ടിട്ടൊക്കെയാണ്, ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി. ബട്ട് സ്റ്റിൽ ട്രൈങ്. ഓട്ടോക്രോസ് ട്രെയിനിങ് ഒക്കെ പതുക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും ഹോപ്പ് ഫോർ ബെസ്റ്റ്. അതേപോലെ ആതിരയുടെ ഈ ഒരു 6 years ലൈഫിൽ റാലിയിൽ പോയതിലെ ഏറ്റവും ബെസ്റ്റ് ഡേ, അതുപോലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ഓർമ്മയിൽ ഏതായിരിക്കും? ഉണ്ട്. ബെസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഡ്രീം ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് അച്ചീവ് ചെയ്തൊരു ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് എനിക്ക് ട്രോഫി കിട്ടിയാലേ പോഡിയം കയറിയപ്പോൾ ഉള്ള ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പ്രൂവ് ചെയ്യും. നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമാണ്. അത് രണ്ടാമത്തെ വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോ ട്രാക്കും ഓരോ അനുഭവങ്ങളാണ്. എല്ലാം ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതില് സ്പീഡ് കുറയ്ക്കേണ്ടടുത്ത് സ്പീഡ് കുറയ്ക്കണം എന്ന് മനസ്സിലാക്കി തന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചെന്നൈ റൗണ്ട് 2021 ഡ്രൈവ് ചെയ്ത് 9th 10th സ്റ്റേജാണ്. 10 സ്റ്റേജ് മൊത്തം ഉണ്ടായിരുന്നു. 9ാമത്തെ സ്റ്റേജ് നല്ല ലീഡിങ്, നല്ല ടൈമിങ് എടുത്ത് 9ാമത്തെ സ്റ്റേജ് ഇങ്ങനെ വിട്ട് വരും. ഏകദേശം ഒരു സ്ട്രെച്ച്, ഒരു 3 kilometer സ്ട്രെച്ച് ഇങ്ങനെ വിട്ടുവരാണ്. വണ്ടി ഹൈ സ്പീഡാണ്, ഹൈ ഗിയറിലാണ്. ഒരു അറ്റം നിന്നപ്പോൾ വണ്ടി കുറച്ച് ലൂസായിട്ടുള്ള ഗ്രാവൽ വന്നു. ആ ഗ്രാവൽ വന്നപ്പോൾ വണ്ടി എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്പീഡായിരുന്നു ഓവർ. അപ്പോൾ ടാപ്പ് ചെയ്തു, വണ്ടി
ചെറുതായിട്ട് ടേൺ ആയി വണ്ടി കുറച്ചൊന്ന് തട്ടി. ബാക്കിൽ നിന്ന് എന്തോ ഭാഗ്യം കൊണ്ട് റോൾ ചെയ്യണ്ടായിരുന്നു, എന്തോ ഭാഗ്യം കൊണ്ട് സ്ലൈഡ് ചെയ്ത് ഡ്രിഫ്റ്റ് ചെയ്ത് എങ്ങനെയോ നിർത്തി. വണ്ടിയുടെ സൈഡ് ഫുൾ ഡാമേജ്ഡായി. അപ്പം പറ്റിപ്പോയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10ാമത്തെ റൗണ്ട് ഓടിക്കാൻ പറ്റിയില്ല. 10ാമത്തെ റൗണ്ട് ഓടിച്ചാലേ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെ. അതൊരു അതാ പറഞ്ഞത്, ഇടയ്ക്ക് നമ്മൾ ഓവർ സ്പീഡിലോ അല്ലെ അങ്ങനെയല്ല കാര്യം. കൺട്രോൾഡ് ഡ്രൈവ്, നമ്മുടെ മൈൻഡ് അതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം, അതിലാണ് മെയിൻ. അപ്പോൾ ആ ഒരു മൊമെന്റ് മറക്കില്ല, കാരണം ലീഡിങ് ആയിട്ട് താഴെ പോയി. അത് മറക്കാൻ പറ്റില്ല. പിന്നീട് ഒരിക്കലും ആ ഒരു മിസ്റ്റേക്ക് പിന്നെ ഞാൻ ശ്രദ്ധിച്ചാ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് പേജ് നോട്ട്സ് ഇടും, അതായത് നാവിഗേറ്ററിന്റെ അകത്ത് മെയിൻ ഒരു സംഭവമാണ്. എന്നെ ഇപ്പൊ അരുൺ ചെക്കാലക്കൽ എന്ന് പറഞ്ഞ ആളാണ്, കോട്ടയംകാരൻ തന്നെയാണ് നാവിഗേറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിയായിട്ട് കോൾസ് ഇരുന്ന് നമ്മൾ ഓരോ ടേൺസിനും ഓരോ കോഡ്സും കാര്യങ്ങളും ഉണ്ട്. അല്ല ചുമ്മാ ഇരുന്ന് പറയാൻ പറ്റില്ല. കയറുന്ന എൻട്രി ചെയ്യുന്ന ടൈം, എക്സിറ്റ് ചെയ്യുന്ന സമയം, ട്രാക്കിലും അല്ലാതെ പുറത്ത് സർവീസ് പാർക്കിലും എല്ലാം ടൈമുണ്ട്. ആക്യുറേറ്റ് ടൈമിൽ കയറിയില്ലേ പെനാൽറ്റി കിട്ടും. അപ്പൊ അത് പ്രോപ്പർ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നാവിഗേറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കോൾസിനെല്ലാം കോഡ്സ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ഇടത്തേക്കൊരു 90ൽ തിരിയുകയാണെങ്കിൽ അതിനെല്ലാം കോഡ്സ് ഉണ്ട്, ഓരോ ടേൺസിനും ഓരോ കോഡ്സ് ഉണ്ട്. ഇത് വായിച്ചിട്ടാണ് മുന്നേ ഉള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഇനി എന്താണെന്ന് അറിയുന്നത്. കാരണം ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ സ്പീഡ് ഡ്രോപ്പ് ആവരുത്. അപ്പം അങ്ങനെ ഈ നാവിഗേറ്ററായിട്ടുള്ള ആ ഒരു ടോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഒരു കോള് പുള്ളി പറയുന്ന അല്ല ഞാൻ പറഞ്ഞു കൊടുത്തോ മാറിപ്പോയാൽ വണ്ടി മറിയും. ഇടത്തോട്ടിന് വരാൻ വലത്തോട്ട് റീഡ് ചെയ്താലും മറിയും. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്ന അങ്ങനെയല്ലേ. അപ്പം വളരെയധികം അലേർട്ട് ആയിട്ട് ഇരിക്കുകയും ചെയ്യണം. അതുപോലെ പല ടൈപ്പ് ഓഫ്, ഇപ്പൊ ഞാൻ സംസാരിച്ച ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് പറ്റിയാണ്. ഇത് കൂടാതെ ഹിമാലയൻ റാലി ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ നൈറ്റ് ഡ്രൈവ്സ് വരുന്നുണ്ട്. അപ്പൊ വണ്ടി അതനുസരിച്ച് നൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ്. റിസ്ക് ആയിട്ടുള്ള കുറെ ഇവന്റ്സ് ഉണ്ട്. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഇന്ത്യയിലുള്ളതെന്ന് വെച്ചാൽ WRCയുടെ ഇന്ത്യൻ വേർഷൻ ഇതാണ്. ഒരു 6 റൗണ്ട്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഇതാണ്. നൈറ്റ് റാലിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, പതൊക്കെ ഗ്രാജുവലി ഇറങ്ങണോ അതിലേക്കും കൂടെ. ഡേയിൽ തന്നെ വരുമ്പോഴും സിംഗിൾ ഡേ റാലി നമുക്കറിയാം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ളത് എത്ര ദിവസം? ഇതിപ്പോ നമ്മുടെ അയ്യനാസിയിൽ അത് ഹിമാലയ റാലിയാണ്, ഒരു 10 days ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കട്ട് ഓഫ് ചെയ്ത് 5 daysലേക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവന്റ്സ് ഒരു 2 ദിവസം ഒക്കെയാണ്. 2 ദിവസം വെച്ചാൽ മൊത്തം 4 ദിവസം എടുക്കും, പ്രിപ്പറേഷനും എല്ലാം കൂടെ. അതിൻ്റെ അകത്ത് ഈ 2 ദിവസം അപ്രോക്സിമേറ്റ് 200+ കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ടാവും. അതിന്റെ വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് WRC, അതേപോലെ തന്നെ നൈറ്റ് റാലി, ഇതൊക്കെയാണ്. സോ അതിലേക്ക് ആതിരയ്ക്ക് ഉടനെ തന്നെ എത്താൻ പറ്റട്ടെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് ആതിര. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.